മരണശിക്ഷയിൽ നിന്നും ജീവൻ തിരിച്ചുപിടിച്ച കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. പെരുന്നാൾ ദിനത്തിൽ ആ നാടിനും റഹീമിന്റെ വീട്ടുകാർക്കും ആ തിരിച്ചുവരവ് നൽകിയ സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. സൗദി അറേബ്യയിലെ 2 പതിറ്റാണ്ടുകാലം നീണ്ട ജയിൽവാസത്തിനു ശേഷം ഇന്ന് രാവിലെ 7:35 റഹീം എയർ ഇന്ത്യ എക്സ്പ്രസിൽ കരിപ്പൂരിൽ വിമാനമിറങ്ങിയത്. വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എല്ലാവർക്കും നന്ദി പറഞ്ഞത്. ഒരുപാട് പേരുടെ ഏറെ നാളത്തെ പരിശ്രമത്തിന്റെ ഫലം കൂടിയായിരുന്നു പെരുന്നാൾ ദിനത്തിലെ ഈ തിരിച്ചുവരവ്. അതേസമയം തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ യമനിലെ സനായിലെ ജയിലിൽ നാളുകൾ എണ്ണിക്കഴിയുകയാണ്. വധശിക്ഷ ഒഴിവാക്കാനായി സർക്കാർ തലത്തിലും സംഘടനാ തലത്തിലുമായി കാര്യമായ ശ്രമങ്ങൾ നടന്നിരുന്നു. അവരുടെ മാതാവ് നിമിഷപ്രിയ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. സ്പോട്ട്ലൈറ്റ് ഇന്ന് പരിശോധിക്കുന്നത് റഹീമിനായി തുറന്ന വാതിൽ നിമിഷപ്രിയയ്ക്കായി തുറക്കുമോ എന്നാണ്. ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന്റെ കാരുണ്യത്തിലും ഒത്തൊരുമയിലുമാണ് ഉമ്മയുടെയും കുടുംബത്തിന്റെയും കാത്തിരിപ്പിലേക്ക് റഹീം മടങ്ങിയെത്തിയത്. നിയമ നടപടികൾ പൂർത്തിയാക്കി ബുധനാഴ്ച രാത്രിയോടെ റിയാദിലെ ജയിലിൽ നിന്നും മോചിതനായ റഹീം കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX322 വിമാനത്തിലാണ് യാത്ര തിരിച്ചത്. റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദിഖ് തുബൂരും കുടുംബവും യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ഇക്കഴിഞ്ഞ മെയ് മാസം 26 റഹീമിന്റെ മോചന ഉത്തരവ് ഇറങ്ങുകയും എക്സിറ്റ് വിസ ലഭ്യമാവുകയും ചെയ്തത്. ബുധനാഴ്ച ഉച്ചയോടെ ജയിലിൽ നിന്നും നാടുകടത്തൽ സെല്ലിലേക്ക് മാറ്റിയ റഹീമിനെ രാത്രിയോടെ വിമാനത്തിൽ കേരളത്തിലേക്ക് അയച്ചു. റിയാദ് അൽ ഖാർജ് റോഡിലെ ഇസ്ഖാൻ ജയിലിലായിരുന്ന റഹീം സൗദി ബാലൻ മരിച്ച കേസിൽ 20 വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയാണ് മടങ്ങിയത്. 2006 നവംബർ മാസത്തിൽ ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തിയ റഹീം സ്പോൺസറുടെ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള മകനെ പരിചരിക്കുന്നതിനിടയിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. വാഹനത്തിൽ വെച്ച് കുട്ടി അക്രമാസക്തനാകാൻ ശ്രമിച്ചപ്പോൾ തടയുന്നതിനിടെ അബദ്ധത്തിൽ കൈതട്ടി കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന മെഡിക്കൽ ഉപകരണം തകരാറിലാവുകയും ശ്വാസതടസ്സം മൂലം കുട്ടി മരണപ്പെടുകയുമായിരുന്നു. സംഭവത്തിൽ അറസ്റ്റിലായ റഹീം 2006 ഡിസംബർ 25 ജയിലിലായി. 2011 ഫെബ്രുവരി 2 റിയാദ് പബ്ലിക് കോടതി വധശിക്ഷ വിധിക്കുകയും അപ്പീൽ കോടതി അത് ശരിവെക്കുകയും ചെയ്തു. ഇതിനിടയിൽ സുപ്രീം കോടതിയിൽ നിന്നും താൽക്കാലിക സ്റ്റേ സമ്പാദിച്ചുവെങ്കിലും അത് നീക്കാൻ വാദിഭാഗം ആവശ്യപ്പെട്ടതോടെ റഹീമിന്റെ ജീവൻ വീണ്ടും അപകടത്തിലായി. ഒടുവിൽ 2017 ഒക്ടോബർ മാസം 12 കേസ് രേഖകൾ പരിശോധിച്ച പ്രത്യേക ബെഞ്ച് വധശിക്ഷ റദ്ദാക്കിയ ശേഷം ഇരയുടെ അവകാശികൾക്ക് ദിയാധനം ആവശ്യപ്പെടാൻ അവകാശമുണ്ടെന്ന വിധി പുറപ്പെടുവിച്ചത്. ഇസ്ലാമിക നിയമപ്രകാരം ഇരയായ വ്യക്തിയുടെ കുടുംബത്തിന് കുറ്റവാളി നൽകുന്ന നഷ്ടപരിഹാര തുകയെയാണ് ദിയാധനം എന്ന് പറയുക. 15 മില്യൺ സൗദി റിയാൽ, അതായത് ഇന്ത്യൻ മണി 34 കോടിയിലേറെ രൂപ ദിയാധനമായി നൽകിയാൽ മാപ്പ് നൽകാമെന്ന് കുട്ടിയുടെ കുടുംബം സമ്മതിച്ചു. ഇത്രയും വലിയൊരു തുക സമയബന്ധിതമായി കണ്ടെത്തുക അസാധ്യമാണെന്ന് തോന്നിച്ചുവെങ്കിലും ആഗോള മലയാളി സമൂഹം ഒത്തൊരുമയോടെ കൈകോർത്തതോടെയാണ് ദൗത്യം വിജയത്തിലേക്ക് എത്തിയത്. 2024 സമാനമായ ഒരു ചെറിയ പെരുന്നാൾ കാലത്താണ് റഹീമിനായുള്ള ഫണ്ട് സമാഹരണം പൂർത്തിയായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അബ്ദുൾ റഹീമിന്റെ 20 വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയായത്. റിയാദ് ജയിലിൽ കഴിഞ്ഞിരുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി മലയാളികൾ ഒന്നടങ്കം കൈകോർത്ത് ചരിത്രം കുറിച്ചതുപോലെ നിമിഷപ്രിയയുടെ കേസും ശുഭപര്യവസാനത്തിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി ലോകവും കേരളക്കരയിലെ മനുഷ്യസ്നേഹികളും. 2008 പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ നഴ്സിംഗ് ജോലിക്ക് വേണ്ടി യമനിലേക്ക് എത്തിയത്. 2015 തലാൽ അബ്ദു മഹ്ദി എന്ന യമൻ പൗരനെ സ്പോൺസറാക്കി അൽ അമൻ എന്ന ക്ലിനിക് ആരംഭിച്ചു. ബിസിനസ്സിൽ പങ്കാളിത്തം എന്നതിനപ്പുറം തലാൽ അബ്ദുൽ മെഹ്ദി നിമിഷയുടെ ജീവിതം നിയന്ത്രിക്കാൻ തുടങ്ങി. തോക്കിൻ മുനയിൽ നിർത്തി പീഡിപ്പിച്ചതിനെതിരെ 2016 നിമിഷ യമൻ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. 2017 ജൂലൈയിൽ അമിത അളവിൽ മയക്കുമരുന്ന് കുത്തിവെക്കപ്പെട്ട് തലാൽ കൊല്ലപ്പെടുകയും നിമിഷപ്രിയ അറസ്റ്റിലാവുകയും ചെയ്തു. 2020 യമനിലെ വിചാരണ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു. പീഡനങ്ങൾ സഹിക്കവയ്യാതെ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണെന്ന് നിമിഷപ്രിയ വാദിച്ചുവെങ്കിലും അതിനെ യമൻ കോടതി അംഗീകരിച്ചില്ല. പിന്നീട് നൽകിയ അപ്പീലുകൾ 2023 യമനിലെ പരമോന്നത കോടതി തള്ളിയതോടെ വധശിക്ഷ സ്ഥിരീകരിക്കപ്പെട്ടു. കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകുകയോ അതല്ലെങ്കിൽ ദിയാധനം സ്വീകരിച്ച് ശിക്ഷാ ഇളവിന് തയ്യാറാവുകയോ ചെയ്താൽ മാത്രമേ ഇനി നിമിഷപ്രിയയ്ക്ക് മോചനമുള്ളൂ. 2025 ജൂലൈയിൽ അവരുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവുണ്ടായെങ്കിലും വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെക്കാൻ യമൻ അധികൃതർ തയ്യാറായി.
കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശക്തമായ നയതന്ത്ര ഇടപെടലുകളും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മധ്യസ്ഥ ശ്രമങ്ങളുടെയും ഭാഗമായിരുന്നു ആ തീരുമാനം. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ഇടപെടലും നിർണായകമായി. അന്താരാഷ്ട്ര യാത്രാ വിലക്കുകൾ മറികടന്ന് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെത്തി തലാലിന്റെ കുടുംബത്തെയും ഗോത്രത്തലവന്മാരെയും കണ്ട് മാപ്പപേക്ഷിച്ചു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ദിയാധനം നൽകി മാപ്പ് തേടാനുള്ള ചർച്ചകളും പൂർത്തിയാക്കി. ദിയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ മഹ്ദിയുടെ കുടുംബം സന്നദ്ധമാകുമോ എന്ന ഉറപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് നിലവിൽ അറിയുന്നത്. ചുരുക്കത്തിൽ നിയമപരമായ വധശിക്ഷാ വിധി നിലനിൽക്കുന്നുണ്ടെങ്കിലും തലാലിന്റെ കുടുംബത്തിൽ നിന്നും മാപ്പ് ലഭിക്കുന്നതിനായുള്ള അന്തിമവട്ട ചർച്ചകൾ ഇപ്പോഴും പ്രതീക്ഷ നൽകുന്നുണ്ട്. അബ്ദുൾ റഹീമിന്റെ മോചനം വെളിപ്പെടുത്തുന്നത് കാരുണ്യത്തിന്റെ അതിരുകളില്ലാത്ത മലയാളി മനസ്സിനെ കൂടിയാണ്. ആഗോള മലയാളി സമൂഹം ഒരേ മനസ്സോടെ കൈകോർത്തപ്പോൾ 20 വർഷത്തെ ഇരുണ്ട തടവറയ്ക്കപ്പുറം ഒരു മനുഷ്യന് പുതുജീവിതത്തിന്റെ പ്രഭാതം ഒരുങ്ങിയിരിക്കുന്നു. ഈ വലിയ മനുഷ്യ സ്നേഹത്തിന്റെ നാൾവഴികൾ ഒരു സാക്ഷ്യപത്രം കൂടിയാണ്. മലയാളിയുടെ ഒത്തൊരുമയ്ക്ക് മുന്നിൽ ലക്ഷ്യം കണ്ട നിയമ പോരാട്ടത്തിന്റെ സാക്ഷ്യം. റഹീമിന്റെ ജയിൽ മോചനം നൽകുന്ന ഈ വലിയ വിശ്വാസം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് യമനിലെ സനയിൽ അനിശ്ചിതത്വത്തിന്റെ നിഴലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ ജീവിതത്തിലാണ്. റഹീമിനായി ഉയർന്ന പ്രാർത്ഥനകളും സമാഹരിക്കപ്പെട്ട കാരുണ്യവും നിമിഷപ്രിയയുടെ കുടുംബത്തിനും നാടിനും നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. മറ്റൊരു നാട്ടുകാരി കൂടി പ്രവാസത്തിന്റെ തടവറകളിൽ നിന്നും മോചിതയായി സ്വന്തം മണ്ണിലേക്ക് മടങ്ങിയെത്തുമെന്നുള്ള വിശ്വാസത്തിലാണ് നാടും നഗരവും. കാരണം ഒരു ജീവനെ രക്ഷിക്കാൻ ലോകത്തിന്റെ ഏത് കോണിലിരുന്നും കൈകോർക്കാൻ മടിയില്ലാത്ത മനുഷ്യത്വമാണ് മലയാളിയുടെ ഏറ്റവും വലിയ കരുത്ത്. ആ കരുത്തിൽ നിമിഷപ്രിയയുടെ മോചനവും ഒരു നാൾ യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം.